നമസ്കാരം. സ്വന്തം തെറ്റുകളും കുറവുകളും മറയ്ക്കാൻ ഇന്ത്യയെ കരുവാക്കുകയാണ് ബംഗ്ലാദേശ് ചെയ്യുന്നത്. ബംഗ്ലാദേശ് ഇപ്പോൾ കളിക്കുന്നത് നാറിയ രാഷ്ട്രീയ പകപോക്കലാണെന്ന് കൃത്യമായി പറയുന്നത് മറ്റാരുമല്ല, മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണത്തലവനായ മുഹമ്മദ് യൂനസ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ വേദിയെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തുറന്നടിച്ചു പറയുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്കെല്ലാം യൂനസ് ഇന്ത്യയെ പഴിചാരാൻ ശ്രമിക്കുന്നു. ഹസീനയുടെ ഈ വിമർശനം ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് നൽകുന്ന സന്ദേശത്തിന്റെ രൂപത്തിലാണ് പുറത്തു വന്നിട്ടുള്ളതെന്നതും ശ്രദ്ധേയമാണ്. തന്റെ ഭരണപരമായ വീഴ്ചകളും രാജ്യത്ത് തീവ്രവാദ ശക്തികൾക്ക് ലഭിക്കുന്ന പിന്തുണയും മറച്ചുവെക്കാനാണ് യൂനസ് ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഹസീനയുടെ മുഖ്യ ആരോപണം. താനാണ് മതമൗലികവാദ ശക്തികളെ നിയന്ത്രിച്ചു നിർത്തിയിരുന്നത് എന്നും യൂനസിന്റെ വരവോടെ ഈ ഗ്രൂപ്പുകൾക്ക് ശക്തി ലഭിച്ചുവെന്നും ഹസീനയുടെ പക്ഷം ആരോപിക്കുന്നു. യൂനസ് വിദേശ പിന്തുണ ഉറപ്പാക്കാനും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തകർക്കാനും ശ്രമിക്കുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭയം തേടി ഇന്ത്യയിലെത്തിയ ഹസീന യൂനസ് ഭരണകൂടത്തിന്റെ ഇന്ത്യയോടുള്ള സമീപനത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി വീഴുകയും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തതോടെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നിലവിൽ ഒരു കടുത്ത അനിശ്ചിതത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഹസീനയുടെ ഭരണകാലത്ത് തീവ്രവാദ വിരുദ്ധ സഹകരണം, വ്യാപാരം, കണക്ടിവിറ്റി, അതിർത്തി പ്രശ്ന പരിഹാരം എന്നിവയിലെല്ലാം ഉഭയകക്ഷി ബന്ധം ഒരു സുവർണ കാലഘട്ടം പിന്നിട്ടിരുന്നു. എന്നാൽ ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതിനെ തുടർന്ന് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടവും ജനവിഭാഗങ്ങളും ഇന്ത്യയോട് ശക്തമായ അതൃപ്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി. യൂനസ് സർക്കാർ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ഹസീനയുടെ പ്രസ്താവന ഈ നയതന്ത്രപരമായ അകൽച്ചയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്. ഹസീനയുടെ ഭരണമാറ്റം ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷാ താൽപര്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കാരണം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ വിമത ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്നതിൽ ഹസീന ഉറച്ച പിന്തുണ നൽകിയിരുന്നു. എന്നാൽ യൂനസ് ഭരണകൂടം ഇന്ത്യയുമായുള്ള മുൻ സുരക്ഷാ സഹകരണ കരാറുകൾ പുനഃപരിശോധിക്കുകയോ താൽക്കാലികമായി നിർത്തലാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ബംഗ്ലാദേശ് ചൈനയോടും പാകിസ്ഥാനോടുമുള്ള ബന്ധങ്ങൾ സജീവമാക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. യൂനസ് സർക്കാർ ഇന്ത്യയുമായുള്ള പല പദ്ധതികളും മരവിപ്പിക്കുകയും ചൈനീസ് ധനസഹായത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേഗത കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഭരണമാറ്റത്തിനു ശേഷം രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും ന്യൂനപക്ഷ സുരക്ഷ ഉറപ്പാക്കാൻ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ അതിശയോക്തിപരമാണെന്നും ആക്രമണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും യൂനസ് ഭരണകൂടം പ്രതികരിക്കുന്നു. ചുരുക്കത്തിൽ പഴയ സൗഹൃദം ഇന്ന് പരസ്പര സംശയത്തിനും സംയമനത്തിനും വഴി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. യൂനസ് ഭരണകൂടം എത്ര കാലം തുടരും, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ ഭാവി. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള സൗഹൃദത്തിന്റെ വലിയ വിള്ളലാണ് വീഴ്ത്തിയത്. ഹസീനയ്ക്ക് അഭയം നൽകിയ ഇന്ത്യയുടെ നടപടിയെ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടവും പൊതുസമൂഹവും സഖ്യകക്ഷിക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ വിലയായിട്ട് കണക്കാക്കുകയും ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഹസീനയുടെ രാജിക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധിക്ക് പിന്നിലെ മുഖ്യ കാരണം ജനവികാരം കണക്കിലെടുക്കാതെ ഹസീനയെ സംരക്ഷിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നതാണ്. ഹസീനയുടെ ഏകാധിപത്യപരമായ ഭരണം അവസാനിപ്പിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരിൽ ഇന്ത്യ വിരുദ്ധ വികാരവും ശക്തമാണ്. ഹസീനയ്ക്ക് ഇന്ത്യ നൽകിയ സംരക്ഷണം ഇന്ത്യ ജനവികാരത്തെ മാനിക്കുന്നില്ലെന്നും ഒരു ഏകാധിപതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നുമുള്ള ധാരണ ബംഗ്ലാദേശിന്റെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചു. ഹസീനയെ ഉടൻ വിട്ടുകിട്ടണമെന്ന് ഇടക്കാൽ സർക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യ പ്രതികരിക്കാത്തത് ഈ അതൃപ്തിക്ക് ആക്കവും കൂട്ടിയെന്നത് യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി എന്ന് തുറന്ന് സമ്മതിക്കുകയും ഇന്ത്യക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹസീനയുടെ രാജിക്ക് ശേഷം ബംഗ്ലാദേശിൽ വർഗീയ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളും സർക്കാരും പ്രസ്താവനകൾ നടത്തിയത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടലായി യൂനസ് ഭരണകൂടം നോക്കിക്കണ്ടു. ഈ ആരോപണങ്ങൾ അനാവശ്യമായി പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും അതിക്രമങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളതെന്നും യൂനസ് പ്രതികരിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇസ്ലാമിക തീവ്രവാദം ബംഗ്ലാദേശിൽ ശക്തമാവുകയാണെന്ന തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് ഇടക്കാല സർക്കാർ ഔദ്യോഗികമായി ആരോപിച്ചു. ഇത് രാജ്യത്ത് ഭയവും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നുവെന്നും അവർ വിമർശിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ പോലും യൂനസ് ഭരണകൂടം തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ത്യയെ പഴിചാരാൻ ശ്രമിക്കുന്നുവെന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചത് യൂനസ് സർക്കാർ ഇന്ത്യയെ പരസ്യമായി സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ പ്രതിസന്ധിയുടെ ഫലമായി ഹസീനയുടെ കീഴിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം നിഷേധിച്ചിരുന്ന സുരക്ഷാ സഹകരണം അതേ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്.
ബംഗ്ലാദേശ് ഇന്ത്യയുമായി അകലുമ്പോൾ ഈ നയതന്ത്രപരമായ ശൂന്യത മുതലെടുത്ത് ചൈന രാജ്യത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു. യുഎസ് സർക്കാർ ചൈനീസ് ധനസഹായത്തോടെയുള്ള പദ്ധതികൾക്ക് വേഗത നൽകുന്നത് ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാണ്. കൂടാതെ ഇന്ത്യയുമായി ഹസീന സർക്കാർ ഉണ്ടാക്കിയ ചില സുപ്രധാന സാമ്പത്തിക പ്രതിരോധ കരാറുകൾ യുഎസ് ഭരണകൂടം പുനഃപരിശോധിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര സംശയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഹസീനയ്ക്ക് അഭയം നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഒരു ദീർഘകാല സഖ്യകക്ഷിയോടുള്ള പ്രതിബദ്ധത എന്ന നിലയിൽ ന്യായീകരിക്കാമെങ്കിലും ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള സൗഹൃദത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കി. ഇന്ത്യക്ക് തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ അയൽക്കാരനെ നഷ്ടമായ ഒരു അവസ്ഥയാണ് നിലവിലിപ്പോൾ. ഈ വിഷയത്തിലെ ഇന്ത്യയുടെ പ്രതികരണം നമുക്ക് നോക്കാം. ഹസീനയ്ക്ക് അഭയം നൽകിയതിനെ തുടർന്ന് ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടം സ്വീകരിക്കുന്ന പ്രതികാര നടപടികളെയും നയതന്ത്രത്തിലെ അകൽച്ചയെയും ഇന്ത്യ വളരെ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് നോക്കിക്കാണുന്നത്. ഹസീനയുമായി ദീർഘകാലമായി നിലനിന്നിരുന്ന സൗഹൃദം തകർന്നത് ഇന്ത്യയുടെ പ്രാദേശിക താൽപര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരേയൊരു അയൽ രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. യുഎസ് ഭരണകൂടം പ്രതികാര നടപടി സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് സുരക്ഷാ സഹകരണത്തിലെ ഇടിവ് തന്നെയാണ്. പഴയ പോലെ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളിൽ സഹകരണം ലഭിക്കുമോ അതോ ബംഗ്ലാദേശ് മണ്ണ് വീണ്ടും ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുമോ എന്ന ഭയം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യവുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യവുമായുള്ള ബന്ധം വഷളാകുന്നത് ഒരു വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. ബംഗ്ലാദേശിന്റെ ഈ പകപോക്കൽ ഇന്ത്യയെ തള്ളിമാറ്റി ചൈനയ്ക്ക് മേഖലയിൽ വേരുറപ്പിക്കാൻ അവസരം നൽകുമോ എന്ന വലിയ ഭയം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തകരുമ്പോൾ യുഎസ് സർക്കാർ സ്വാഭാവികമായും ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി ഒപ്പിട്ട കരാറുകൾ മരവിപ്പിക്കുകയും ചൈനീസ് പദ്ധതികൾക്ക് വേഗത നൽകുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ്, അതായത് അയൽക്കാരൻ ഒന്നാം സ്ഥാനം എന്ന നയതന്ത്രത്തിന്റെ തിരിച്ചടിയാണ്. നിലവിലെ സാഹചര്യം ഒരു ഇടക്കാല പ്രതിസന്ധിയായി കണ്ട് സംയമനത്തോടെ കൈകാര്യം ചെയ്യാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഔദ്യോഗികമായി ഇടക്കാല സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടലിന് ഇന്ത്യ താൽപര്യപ്പെട്ടിട്ടില്ല. ബംഗ്ലാദേശിലെ ജനങ്ങളുമായി സൗഹൃദം തുടരുമെന്ന് ആവർത്തിച്ച് പ്രസ്താവിക്കുകയും സ്ഥിരത ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യ. ഹസീനയ്ക്ക് അഭയം നൽകിയത് തങ്ങളുടെ ഒരു ദീർഘകാല സഖ്യകക്ഷിക്ക് മാനുഷിക പരിഗണന നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ന്യായീകരിക്കുന്നത്. ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ അതേസമയം യുഎസ് ഭരണകൂടവുമായി പിന്നാമ്പുറ ചർച്ചകളിലൂടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യ പരസ്യമായി ആശങ്ക രേഖപ്പെടുത്തുന്നത് ബംഗ്ലാദേശ് സർക്കാരിന് മേൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു മാർഗമായും ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തെ ഇന്ത്യ ഒരു നഷ്ടക്കച്ചവടമായിട്ടാണ് കാണുന്നത്. എങ്കിലും ഒരു അയൽരാജ്യവുമായുള്ള ബന്ധം പൂർണ്ണമായും അകലുന്നത് ആപത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനും പുതിയ ഭരണകൂടവുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കാനുമുള്ള അവസരങ്ങൾക്കായി ശ്രമിക്കാനുമാണ് ഇന്ത്യയുടെ നിലവിലെ നയതന്ത്രം.